തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ. കൂട്ടുപുഴ വളവുപാറയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. വിശദാംശങ്ങളുമായി സജോ ദേവസി ഇപ്പോൾ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ഈ ഗതാഗത തടസ്സം ഇപ്പോഴുമുണ്ടോ സജോ? ഉന്മേഷ്, വാഹനങ്ങൾ ഭാഗികമായി കടത്തിവിടുന്നുണ്ട്. കണ്ണൂരിൽ എല്ലായിടത്തും വ്യാപകമായ മഴയില്ല. പക്ഷേ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയും കാറ്റും മണ്ണിടിച്ചിലും ഒക്കെ വിവിധയിടങ്ങളിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയാണ്. കൂട്ടുപുഴയ്ക്കടുത്ത വളവുപാറ എന്ന സ്ഥലത്താണ്. റോഡിനോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട പാതയാണ്. റോഡിനോട് ചേർന്നുള്ള ഒരു കുന്നിൻ്റെ ഭാഗം, അത് റോഡിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ 100 മീറ്ററിലധികം ആ കുന്നിന് ഉയരമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിച്ചിറക്കിയാണ് റോഡ് നിർമ്മാണത്തിന് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ സമീപകാലത്ത് നടന്നതുമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലൊരു ആശങ്കയുണ്ട്. കാരണം അതിന് തൊട്ട് താഴെയും കൂട്ടുപുഴയാണ്. വലിയൊരു പുഴയുണ്ട്. അതായത് ഒരു ശിരൂരിനൊക്കെ സമാനമായ ഒരു സ്വഭാവം ഏറെക്കുറെയുള്ള ഒരു പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ ആശങ്കയുള്ളത് കൊണ്ട് ഒരു ഭാഗത്തു കൂടി, അതായത് ഒരു അന്തർ സംസ്ഥാന പാതയാണ്, മൈസൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ളൊരു പ്രവേശന കവാടം കൂടിയാണ് ഈ പാത. ഇതുവഴി നിരവധി വാഹനങ്ങൾ, സ്വാഭാവികമായും ചരക്ക് ലോറികളും അതല്ലാതെയുള്ള വാഹനങ്ങളും ഒക്കെ ധാരാളമായി കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതിൽ അപ്രായോഗികതയുണ്ട്. അതുകൊണ്ടൊരു സുരക്ഷിതമായ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ കൂടുതൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ നിന്ന് ഫയർഫോഴ്സ് സേനാംഗങ്ങളും ഒക്കെ പറയുന്നത്. കൂടുതൽ മണ്ണിടിച്ചിലിനൊരു സാധ്യതയുണ്ട്. അത്രയും കുറച്ചുകൂടി ദുർബലമായ പ്രദേശമാണ്. അതിലൊരു ഭൂപ്രകൃതി പരിശോധിക്കുമ്പോൾ കൂടുതൽ മണ്ണിടിച്ചിൽ, ഇപ്പോൾ ഇടിഞ്ഞതിൻ്റെ സ്വഭാവമൊക്കെ പരിഗണിക്കുമ്പോൾ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മുൻകരുതൽ എടുത്തുവെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിക്കുന്നത്. ഒരു ഭാഗത്തുകൂടി വാഹനം കടത്തിവിടുന്നു. അങ്ങനെ ഗതാഗതം ഭാഗികമായാണ് ഇപ്പോൾ അവിടെ തുടരുന്നത്. ശരി, സജോ ദേവസ്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.